ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട്. അർജുൻ്റെ ആ ഒരു കാര്യം ഓർത്തപ്പോൾ അർജുൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സംഭവം ഓർത്തപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി കേട്ടോ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ഒരു കാര്യം മറ്റുള്ള ഒരുപാട് പേര് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഇൻസിഡന്റിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അനുപമ വിചാരിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. കാരണം അവള് അർജുന്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രി നടക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാവ്യയോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വീട്ടിൽ വരുത്തുന്നത്. എന്താണെങ്കിലും അവള് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അതുകൂടാതെ ഇടുത്തി പോലെ വേറെ വലിയൊരു പ്രശ്നം കൂടി നമ്മുടെ അർജുന് വീണ്ടും വരികയാണ് കേട്ടോ. പ്രശ്നങ്ങൾക്ക് പുറകെ ഒന്നൊന്നായി അർജുന് ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ കാവ്യ അർജുന്റെ നേരെ കത്തിയെടുത്ത് വീശുകയാണ്. കാവ്യ ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്ന് പറയുകയാണ്. നീ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കൂടെ നീ സുഖമായിട്ട് ജീവിക്കരുത്, നീ മരിക്കണം, നീയാണ് മരിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അർജുന്റെ നേരെ കാവ്യ കത്തിയെടുത്ത് വീശുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കാവ്യയുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട്. കാവ്യയാകെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് എന്ന് എല്ലാവർക്കും കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട്. ശംഖ് ചക്രത്തിലെ എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. രാഘവനും അവിടെയുണ്ട്. രാഘവനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാഘവൻ പറയുന്നുണ്ട്, കാവ്യ നീ എന്താണ് ചെയ്യുന്നത്, നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രാഘവന്റെ നേരെ പോലും കാവ്യ കത്തിയെടുത്ത് വീശുകയാണ്. എന്താണെങ്കിലും അർജുന്റെ നേരെ കത്തിയെടുത്ത് വീശുമ്പോൾ അർജുൻ കൈക്ക് കയറി പിടിക്കും. പക്ഷെ ഭയങ്കര ബലത്തിലാണ് കാവ്യ ചെയ്തു കൂട്ടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ. എന്നിട്ട് കാവ്യ പറയുന്നുണ്ട്, അർജുനെ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ മരിക്കും. എന്നിട്ട് കാവ്യനെ കത്തിയെടുത്തിട്ട് സ്വന്തം കഴുത്ത് മുറിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. കുറുപ്പ് ഈ ഒരു സമയത്ത് അവിടെ കാറിൽ പാഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. കുറുപ്പാണ് കാവ്യനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറുപ്പിന് നേരെ പോലും കാവ്യ കത്തിയെടുത്ത് വീശിയാണ്. ആരും അടുത്തേക്ക് വരരുത്, എനിക്കൊന്നും കേൾക്കണ്ട, ആരും ഒന്നും പറയണ്ട, എനിക്ക് ഇവനോട് ഭ്രാന്താണ്, ഇവനെ സ്നേഹിച്ച് എനിക്ക് ഭ്രാന്തായിപ്പോയി. അങ്ങനെ കുറുപ്പിന്റെ നേരെ പോലും കത്തിയെടുത്ത് കാവ്യ വീശുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവസാനം ഒരു വിധത്തിൽ കുറുപ്പ് കാവ്യയുടെ കൈ കീറി പിടിക്കും. കത്തി ഇങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തും. അവൾ വീശാൻ വേണ്ടി അപ്പോഴും കാവ്യ ശ്രമിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ കുറുപ്പ് കത്തി പിടിച്ചു നിർത്തും. അവസാനം കുറുപ്പ് കാവ്യയുടെ മുഖത്ത് നോക്കി നല്ല ശക്തിയിലൊരു അടിയും കിട്ടി കൊടുക്കും കേട്ടോ. അപ്പോഴാണ് കാവ്യ ഒന്ന് തല ഇറങ്ങി നിലത്തേക്ക് വീഴുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് കാവ്യ പിടയ്ക്കാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഫിക്സ് വന്ന രീതിയിൽ കാവ്യ കിടന്ന് പിടയ്ക്കുകയാണ്. ഈ ഒരു സീനെല്ലാം കണ്ടിട്ട് നമ്മുടെ അഞ്ജലി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അതിന് മുമ്പായിട്ട് കാവ്യ കിടന്ന് ഇങ്ങനെ ഒരുപാട് ഒച്ച വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അർജുനെ എന്ന്. അപ്പൊ അർജുനെ ഇറങ്ങി വന്ന കൂട്ടത്തില് നമ്മുടെ അഞ്ജലിയും പുറകെ വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജലി ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. ആ ഒരു സമയത്ത് കാവ്യ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. നീ എന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഇവളെ നേരെ പോയത്, നിനക്ക് ഇവളെ മതി, അങ്ങനെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും കാവ്യയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ടാണ് മനസ്സ് തകർന്ന് ചങ്ക് തകർന്നിട്ട് നമ്മുടെ അഞ്ജലി അവസാനം കയറിപ്പോകുന്ന സീനാണ്. അഞ്ജലി കയറിപ്പോകുന്നത് നമ്മുടെ അർജുനും കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയധികം വിഷമത്തോടെയും കൂടിയിട്ടാണ് നമ്മുടെ അഞ്ജലി മുകളിലേക്ക് കയറി പോകുന്നത്. അഞ്ജലി മുകളിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ മുറി വാതിലടച്ച് അവിടെ കിടന്ന് കരയുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും കാവ്യയുടെ പ്രകടനം നടന്ന ശേഷം കാവ്യ അടികൊണ്ട് വീണ് കിടന്നതോടുകൂടി ഒന്ന് പൊടിക്കുന്ന അടങ്ങി എന്ന് എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. അപ്പൊ ഈ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തുടക്കത്തിൽ കാട്ടുന്ന സീൻ കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് കുറുപ്പിന്റെ വീട്ടിലാണ്. അവിടെ സേതുവാണ് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ സേതു പറയണം, ഈശ്വര ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എനിക്ക് എന്നെ ടെൻഷൻ അടിച്ച് ഞാനിപ്പോ ചങ്ക് പൊട്ടിച്ചാകും, ഈശ്വര എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ സേതു ഓരോന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കാർത്തിക് വെള്ളം അടിച്ച് കയറി വരുന്നുണ്ട്. കാർത്തികിനോട് സംസാരിക്കുമ്പോൾ കാർത്തികിനോട് പറയുന്നുണ്ട് സേതു, നിന്റെ പെങ്ങളാണ് കത്തിയെടുത്ത് ശംഖചക്രത്തിലേക്ക് പോയേക്ക, അവിടെ അഞ്ജലിയുടെയും അർജുന്റെയും വിവാഹം കഴിഞ്ഞു, ആ ഒരു കാര്യം അവൾ അറിഞ്ഞു. അപ്പോഴാണ് കാർത്തിക് ഈ ഒരു സംഭവം അറിയുന്നത് കേട്ടോ. അപ്പൊ കാർത്തിക് വളരെ ഷോക്കോടുകൂടി ചോദിക്കുമേ, അവന്റെ കല്യാണം കഴിഞ്ഞോ? അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ കുറുപ്പ് കാവ്യനും കൊണ്ട് തിരിച്ചെത്തും കേട്ടോ. അങ്ങനെ കാവ്യനും കൊണ്ട് തിരിച്ച് അവിടെ എത്തിയാണ്. അപ്പോൾ കാവ്യ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ കയറി വരികയാണ്. ഒന്ന് പൊടിക്കുന്ന അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാവ്യയോട് വന്നു കഴിയുമ്പോൾ കുറുപ്പ് പറയും, മോളെ നീ അവിടെ നിന്ന് ഇരിക്കുക, നീ പോയി കിടന്ന് ഉറങ്ങും മോളെ, നീ ഒന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ കാവ്യ ആകെ അപ്പോഴും ദേഷ്യം തീരുന്നില്ല. കാവ്യ ആരും എന്നെ ഭ്രാന്തിയാക്കാൻ നിൽക്കട്ടെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, ആരെയും ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ കാവ്യ അപ്പോഴും എന്തൊക്കെയോ കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവ്യ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ കാവ്യനെ വിളിച്ചുകൊണ്ട്
സേതുവാണ് അകത്തേക്ക് പോവുകയും ചെയ്യും. ഈ ഒരു സമയത്ത് കാർത്തിക് കുറുപ്പിന്റെ അടുത്തേക്ക് വന്ന് പറയുന്ന ഒരു സീനാണ്. കുറുപ്പിനോട് പറയണം, അച്ഛൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, എന്റെ പെങ്ങൾ കാവ്യയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് അവർ മറുപടി പറയും. ശംഖചക്രത്തിൽ ആരും ഇനിച്ചിരിക്കില്ല, അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, അച്ഛൻ കണ്ടോ. അങ്ങനെ കാർത്തിക് കൂടി ശപഥം എടുക്കുകയാണ്, ശംഖചക്രത്തിൽ ഒരാൾ പോലും സന്തോഷമായിട്ട് ഇനി ഇരിക്കത്തില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സീനിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് അവിടെ അഞ്ജലിയുടെ വീട്ടിലുള്ള സീനാണ് കേട്ടോ. അപ്പൊ അഞ്ജലിയുടെ അമ്മ ഇങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി ആണെങ്കിൽ ചൂട് പിടിച്ച പോലെ കയറി വരികയാണ്, അത് പ്രാന്ത് പിടിച്ച പോലെ. അമ്മായി എന്തൊക്കെയൊക്കെ എന്ന് പറയുന്നുണ്ട്, ഓ നാട്ടിലിറങ്ങാൻ വയ്യ, നാണം കിട്ടും മനുഷ്യന്, ഇവിടെ ഈ വീട്ടിൽ ജീവിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ, ഈ വീട്ടിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ അമ്മായി എന്തൊക്കെയോ കിടന്ന് പുലമ്പുകയാണ്. അപ്പൊ ശ്യാമളാമ്മ ചോദിക്കും, എന്താണ് എന്താണ് കാര്യം പറയും, ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറയാം, എന്താ കാര്യം പറയും. അപ്പൊ അമ്മ പറയും, ഓ എന്തോന്ന് പറയാനായിട്ട്, നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, ചേച്ചിയുടെ അനിയത്തിയുടെയും കഥകൾ കേട്ട് കേട്ട് മടുത്തു. അങ്ങനെ ഇന്ദിരമായി ഓരോന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അവർ ചെന്നപ്പോ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഒരാളുടെ കൂടെ പോയി, ഇപ്പൊ അനിയത്തി ഒരാളുടെ കൂടെ പോയി, ഇനി അടുത്തൊരുത്തി ഉണ്ട്, അവളെ ആരുടെ കൂടെയാണോ പോകാനായിട്ട് നിൽക്കുന്നത്, ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, എന്റെ മോൾ ആര്യമോൾക്കും ഇപ്പൊ ചീത്തപ്പേരാകുന്ന അവസ്ഥ, അവളെ ഒരാൾ കല്യാണം കഴിക്കുവോ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അമ്മായി. അപ്പൊ ഈ സംഭവം എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശിവരാമൻ ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. ശിവരാമൻ ചേട്ടൻ പറയും, വളരെ ദേഷ്യത്തോടു കൂടി പുള്ളി പറയും, അങ്ങനെ ആരും ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അങ്ങനെ നാണം കേട്ട് ഇവിടെ ആരും ജീവിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. അപ്പൊ ശിവരാമൻ ചേട്ടൻ ഈ ഒരു സംഭവം കേൾക്കുന്നുണ്ടെന്ന് ഇന്ദിര അമ്മായി പ്രതീക്ഷയില്ല കേട്ടോ. അപ്പൊ ഇന്ദിര അമ്മായി എന്തോപോലെ, അയ്യോ അങ്ങനെയല്ല ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ആരെങ്ങനെ ഉദ്ദേശിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അങ്ങനെ നാണം കെട്ട് ആരും ഇവിടെ കഴിയേണ്ട ആവശ്യമില്ല, വേഗം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കിക്കോ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ അവിടെ ഉണ്ടാകും കേട്ടോ. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സീനല്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളുള്ളത് കേട്ടോ. എനിക്ക് വളരെ വിഷമം തോന്നി എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, കാവ്യയായിട്ടുള്ള അംഗത്തിന് ശേഷം നമ്മുടെ അർജുൻ മുകളിലേക്ക് ചെല്ലും. പക്ഷേ നമുക്കറിയാം ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലി വാതിലടച്ച് കിടന്നിട്ടുണ്ടായിരുന്നു, കുറ്റിയൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ വാതില് ചാരി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് വാതിൽ തുറന്ന് മുട്ടി അഞ്ജലിയെ കൊണ്ട് തുറപ്പിച്ച് അകത്ത് കയറാനും അതുപോലെ തന്നെ അഞ്ജലിയെ ഫേസ് ചെയ്യാനും ഉള്ളൊരു ധൈര്യവും മാനസികാവസ്ഥയും നമ്മുടെ അർജുൻ ഇല്ല കേട്ടോ. അപ്പൊ അർജുൻ ആലോചിക്കും, വേണ്ട, അഞ്ജലിനെ ഫേസ് ചെയ്യണ്ട, എന്താണെങ്കിലും താഴെ പോയി കിടക്കാം, അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ താഴെ ഹാളിലാണ് വന്ന് കിടക്കുന്നത്. ഒരു പുതപ്പ് ഒരു തലയണയും വെച്ച് പാവം കിടന്ന് ഉറങ്ങും കേട്ടോ. ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ വിഷമം തോന്നും. നമ്മൾ ആ ഒരു സീൻ ഇങ്ങനെ കാട്ടുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇതാണ് സംഭവിച്ചത് കേട്ടോ ആക്ച്വലി. അപ്പോൾ രാവിലെ ഗോവിന്ദനും ഭാര്യ അമ്പലത്തിൽ പോകാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അവര് കാണുന്ന കാഴ്ച നമ്മുടെ പാവ അർജുൻ ഒരു സോഫ സെറ്റിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ്. അപ്പോഴാണ് ഇവര് മനസ്സിലാക്കുന്നത് അർജുന്റെ അഞ്ജലിയുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അവരാകെ ഷോക്കഡായി പോയി, അർജുൻ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ ഇതിന് തൊട്ടു മുമ്പായിട്ട് ഒരു സംഭവം കൂടി ഉണ്ട്. അർജുന്റെ കൃഷിയിടത്തില് മുഴുവൻ പന്നികൾ കയറി ചീര സംഭവങ്ങളെല്ലാം നാശാക്കി കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷമത്തിൽ സങ്കടത്തിൽ അർജുൻ നിൽക്കുമ്പോഴാണ് ഗോവിന്ദനും വരുന്നതും ഈ അർജുൻ ഇവിടെ കിടന്നുറങ്ങി എന്നുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ അർജുനോട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എടാ അർജുൻ, നീ എന്താണ് ഇവിടെയാണ് കിടന്നുറങ്ങിയത്, നിനക്ക് ആദ്യ രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നില്ലേ, എന്താ പറ്റിയേ. അപ്പൊ അർജുൻ കാര്യങ്ങൾ പറയും, അവള് അഞ്ജലി വളരെ വിഷമത്തോടു കൂടിയാണ് കിടന്നിട്ടുള്ളത്, അതുകൊണ്ട് അവളെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അവൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അങ്ങനെ അർജുൻ കാര്യങ്ങളൊക്കെ പറയും. ഈ ഒരു സമയം അനുപമയും മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനും ഭാര്യയും പറയണം, ആ പാഷാണത് കൃമി അനുപമ ഇതൊന്നും അറിയരുത്, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അറിയാലോ എന്താ ഇവിടെ സംഭവിക്കുക എന്ന്. അപ്പൊ അനുപമ ഇത് കേട്ട് ഷോക്കഡായിപ്പോ തന്നെ പാഷാണത്തിൽ കൃമി എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് ആ കലിപ്പടിച്ച് അനുപമ മുകളിൽ നിൽക്കുന്നുണ്ട് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പൊ അർജുൻ പറയും, എന്തായാലും സാരമില്ല, എന്തായാലും എന്തോന്ന് ആദ്യരാത്രി കൊച്ചച്ച, എന്താണെങ്കിലും ഇങ്ങനെ സംഭവിച്ചു, ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എല്ലാം എന്റെ വിധിയ. അങ്ങനെ ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് അർജുൻ പറയും, എനിക്ക് വേഗം പോകണം, അവിടെ കൃഷിയിടത്തിൽ മുഴുവൻ പന്നികൾ കയറി അങ്ങനെ നാശമായിട്ടിരിക്കും, എനിക്ക് ഉടനെ തന്നെ പോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അർജുൻ വേഗം പോകുന്ന സീനാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗോവിന്ദനും വൈഫും കൂടെ പോകും. അപ്പൊ ഈ ഒരു സംഭവം എല്ലാം കണ്ടുകൊണ്ട് അനുഭവം നിൽക്കുകയാണ്. അനുപമ ഇതെല്ലാം കണ്ട കലിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അനുഭവം പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അനുഭവം പറയുന്നുണ്ട്, അർജുനെ, നിന്റെ കൃഷിയിടത്തിൽ ഇപ്പൊ പന്നിയല്ലേ കയറിയുള്ളൂ, അടുത്ത ദിവസം നിന്റെ കൃഷിയിടത്തിൽ കയറാൻ പോകുന്ന ഒരു മതയാനയാണ്, മതം പൊട്ടി നിൽക്കുന്ന കാവ്യ എന്നൊരു ആന. അങ്ങനെ പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും അർജുന്റെ അഞ്ജലിയുടെയും ആദ്യ രാത്രി നടത്തില്ല എന്ന അനുപമയുടെ ശപഥം വലിച്ചിരിക്കുന്നു. അർജുൻ വേറൊരു സ്ഥലത്ത് ഇറങ്ങി,
അഞ്ജലി ആണെങ്കിലും മുറിയിലും കിടന്നുറങ്ങി. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കാണുക. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.